അവിടെ തനിക്ക് ജോലിയൊന്നുമില്ലേ? അവിടെ അവർക്ക് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. തന്റെ ജനിക്കാതെ പോയ അമ്മയ്ക്ക് താൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? ഓ, ഞാൻ എന്ത് കൊടുക്കാനാ? അത്രയും പൈസയൊന്നും നമ്മുടെ ഇല്ലല്ലോ. ചെലവ് കുറവുള്ള എന്തെങ്കിലും വാങ്ങി കൊടുത്തുവിടായിരുന്നോ? അതെന്താ ചെലവ് പറഞ്ഞത്? ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാക്കി തരട്ടെ? അവർക്കത് ഇഷ്ടപ്പെടുവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ദേഷ്യപ്പെട്ട എന്റെ തലയിൽ കൊണ്ടിടരുത്. ഇല്ല. അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പറയാം. എനിക്ക് കുറച്ച് പെയിന്റും ബ്രഷും ഒക്കെ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, അത് റെഡിയാക്കാം. അപ്പൊ ഗിഫ്റ്റ് ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഇത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ കരുണ തോന്നിട്ടാണെന്നോ താൻ തെറ്റിദ്ധരിക്കണ്ട. ചേച്ചി, നീ എന്താ ഇവിടെ ഇങ്ങനെ എത്തി? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചേച്ചി. ഞാനും അമ്മയും കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് ഇവരുടെ കമ്പനിയിലാ ട്രെയിനിങ്. നമ്മുടെ ജീവിതവും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ എന്നെ ഈ കമ്പനിയിൽ അവര് ജോലിക്ക് എടുക്കില്ല. അതാ നേരത്തെ ചേച്ചി മോളെ പരിചയം കാണിക്കാതെ നിന്ന്. ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയാ മോളെ. എല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. പിന്നെ അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ നമ്മളിവിടെ സംസാരിച്ചു നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാ പിന്നെ ചോദ്യവും പറച്ചിലൊക്കെ ആവും. ചേച്ചി മോളെ വിളിച്ചോളാം. ശരി ചേച്ചി. ഇപ്പോഴേ ഒരു സമാധാനമായത്. നേരത്തെ ചേച്ചി മൈൻഡ് ചെയ്തിരുന്നപ്പോ വിഷമമായി. ഇപ്പൊ അത് മാറി. പോകാമേ, പക്ഷെ ചേച്ചി ഇവിടെ ഇവിടെ ഉണ്ട്. അയാള് ചേച്ചിയെ കണ്ടാലും പ്രശ്നമാ. ചേച്ചിയോട് കാര്യം പറഞ്ഞ് നമുക്ക് ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോണം. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ചേച്ചിയും കൂടി അയാളുടെ കൈ ചെന്ന് പെടും. ശിവദാസന് ഒട്ടും ആവലാതിപ്പെടണ്ട. കല്യാണി മോൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അത്ര പെട്ടെന്ന് അവൾക്കൊരാപത്ത് സംഭവിക്കില്ല. ദേവി അവളെ നോക്കിക്കോളൂ. ഈശ്വര. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ.
ഒരു മിനിറ്റ്. പറയ്. ശിവദാസനെ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മണിമാല ശിവദാസന്റെ കയ്യിലില്ല. അത് ശിവദാസന്റെ ഭാര്യയുടെ കയ്യിലോ ഇളയ മകളുടെ കയ്യിലോ ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ ചോദിച്ചിട്ടൊന്നും വിട്ടു പറഞ്ഞില്ല. അവര് തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് ശിവന് പോലും അറിയില്ല. ശിവനെ പിന്തുടർന്ന് പോകാൻ പറ്റിയാൽ അവരെ കണ്ടെത്താം. അവരെവിടെയാണെന്ന് ഒരു സൂചന പോലും ശിവദാസൻ തന്നില്ലേ? സത്യം പറയണം. സത്യ ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്റെ മോളെ ഉപദ്രവിക്കരുത്. അവൾക്ക് വേണ്ടിയാ. അതുകൊണ്ടാ ദേവീ കോപം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് ഞാനിതിന് കൂട്ടുനിന്നത്. താൻ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ആദ്യം മണിമാല കൈ കെട്ടട്ടെ. തന്റെ മോളെ ഉപദ്രവിക്കണോ വേണ്ടതെന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാം.